സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. കുറച്ച് നാളായില്ലേ ഒരു പോസ്റ്റ് കണ്ടിട്ട്. ഞാൻ ഒരു യാത്ര പോവുമായിരുന്നു. എവിടേക്കാ വഴിയെ പറയാം. ഇത് കുറച്ച് ഒരു 4 ഡേയ്സ് 5 ഡേയ്സിൻ്റെ ഒരു പരിപാടിയാണ്. ആദ്യം ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. സോ ഞാനൊരു ബുക്ക് വെച്ചായിരുന്നു, ട്രാവൽ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പം അതിനനുസരിച്ച് വരയ്ക്കുകയും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് ഷോർട്സായിട്ട് ഞാൻ ഇട്ടായിരുന്നു എവിടെയൊക്കെയാണ് ഞാൻ പോയത് എന്നുള്ളത്. അപ്പോൾ ഇത് ഫാമിലി ആയിട്ട് ഞാൻ പോവുമായിരുന്നു. വന്ദേ ഭാരത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ടു ട്രിവാൻഡ്രം ആണ് പോണത്. അപ്പോൾ അത് വൈകുന്നേരമായിരുന്നു. സോ അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്ഥലത്താണ് എത്തിയത്. സ്റ്റേ ഇവിടെയായിരുന്നു. ഇതൊരു റിസോർട്ടല്ല, പക്ഷേ ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ത്രിമൂർത്തി അമ്പലം ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. ഇത് ആക്ച്വലി വെരി നിയർ ടു വെസ്റ്റ് ഫോർട്ട് ഓഫ് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമാണ്. അവിടെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്പേസ് ഓൾസോ. നല്ല സെറ്റപ്പാണ്, ശരിക്കും ഒരു നാടൻ രീതിയിലാണ്, പക്ഷേ മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു. അപ്പോൾ ആദ്യം നമ്മൾ പഴവങ്ങാടി ഗണപതി തൊഴാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈസ്റ്റ് ഫോർട്ടിൽ നമ്മൾ പോയി. അവിടെ ആക്ച്വലി ഞങ്ങൾ ചെന്ന ദിവസം എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയാണ്. അപ്പോൾ നമ്മുടെ മൊറജപത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ദിവസമൊക്കെ ആയിരുന്നു. ആൻഡ് ദെൻ നമ്മൾ അത് തൊഴുത് പുറത്തുനിന്ന് തൊഴാനേ ഉള്ളൂ. നല്ല തിരക്കായിരുന്നു, അയ്യപ്പ വിളക്കിൻ്റെയൊക്കെ തുടങ്ങിയ കാരണം. സോ വി വെൻറ്റ് ഓൺ എ യാത്ര ടു അനദർ ടെമ്പിൾ. അത് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് പോയത്. ആൻഡ് ദാറ്റ് ഈസ് ദി ഫേമസ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. അതിൽ അമ്മ പ്ലാവ്, അമ്മച്ചി പ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട് അവിടെ. സോ അങ്ങനെയുള്ളൊരു അമ്പലമാണത്. അപ്പോൾ അവിടെയൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ വരയ്ക്കാറുണ്ട്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ ഞാൻ വരച്ച ഒരു ഇതാണ്. അപ്പോൾ ഒരു പോട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. ത്രിമൂർത്തി അടുത്തുള്ള ഒരു അമ്പലമാണ് ത്രിമൂർത്തി. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവനും വിഷ്ണുവും ഒക്കെ ഒരു സ്ഥലത്താണ്, ആൻഡ് ബ്രഹ്മാവ് ഫേസിങ് ദി പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ ബ്രഹ്മാവിനെ തൊഴാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് വില്ലുമംഗല സ്വാമിയാരുടെ സമാധി സ്ഥലവും ക്ഷേത്രവും ഉണ്ട്. കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. മൂപ്പിൽ സ്വാമിയരെ കണ്ട് നമസ്കരിക്കാനൊക്കെ പറ്റി. അതൊരു വലിയ അനുഗ്രഹമാണ് ശരിക്കും പറയാൻ വെച്ചാൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു എന്താ പറയുക, നല്ല ദൂരെയുണ്ട് ശരിക്കും നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഒരു വലിയ ശിവനുണ്ട്, ആഴിമല ശിവൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് പോകാനുള്ള വഴികളായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി റോഡ്. വെച്ചാൽ ഇത് ഹൈവേയിലേക്ക് കയറിയിട്ട് അവിടേക്ക് പോണൊരു സ്ഥലമാണ്. അപ്പം എനിക്ക് കുറേ നേരം നമ്മളിങ്ങനെ എന്താ പറയുക, വി സ്റ്റാൻഡ് സ്റ്റിൽ പോലെയാണല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ സോ ഐ തോട്ട് ഐ പുട്ട് ഇൻക്ലൂഡ് ദിസ് ഓൾസോ. പിന്നെ അപ്പോൾ ഫൈനലി വി റീച്ച് ദാറ്റ് സ്പോട്ട്. ഇറ്റ് വാസ് സോ അമേസിങ്. ഇത്രയും ദൂരത്തിൽ നിന്ന് അത്രയും ബീച്ച് സൈഡിൽ ഇങ്ങനെ ഒരു ശിവനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പിന്നെ ഞാൻ കേവ് ടെമ്പിൾ അവിടെ അടുത്തുണ്ടായിരുന്നു. അതിൽ ഫോട്ടോസൊന്നും അലൗഡ് അല്ല, ബട്ട് യു ഹാവ് ടു റിയലി വിസിറ്റ് ദാറ്റ് ഓൾസോ. ഇറ്റ് ഈസ് റീസെൻ്റ്ലി ബീൻ ഓപ്പൺഡ്. അവിടെ പോയി കാണണം. കുറേ ശില്പങ്ങളുണ്ട്, ശിവൻ്റെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇപ്പം സെക്കൻഡ് അട്രാക്ഷൻ അതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് വെരി ഹ്യൂജ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഹ്യൂജാണതെന്ന്. ബട്ട് ഇറ്റ് ലുക്സ് സോ അമേസിങ്, വെരി പീസ്ഫുൾ ഓൾസോ. അപ്പം ഇത് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചു. ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് അതും വരച്ചു. സോ ഇറ്റ്സ് ലൈക്ക് ഈച്ച് ഡേ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ വരയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ ചെങ്കൽ ശിവപാർവതി ടെമ്പിളാണിത്. അപ്പം അതും ഒരു വലിയൊരു അമ്പലമാണ്. ആക്ച്വലി അവിടെ ഏറ്റവും വേൾഡ്സ് ടോളസ്റ്റ് ലിംഗം ഉണ്ട്. അതും വിസിറ്റ് ചെയ്യാൻ പറ്റി. അതൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ബേസിക്കലി, ഞാൻ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, ആദ്യം നമ്മൾ കൈലാസത്തിൽ പോവും,
പിന്നെ വൈകുണ്ഠത്തിപ്പും പിന്നെ ദേവലോകത്തിപ്പും. ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. അതിങ്ങനെ ചുറ്റി മുകളിൽ വരെ എത്തും. 7 ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ശിവലിംഗം. ഉള്ളിൽ 7 ചക്രങ്ങളുണ്ട്. ആൻഡ് ദെൻ ഫൈനലി ഹനുമാനെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് താഴേക്ക് വൈകുണ്ഠവും ദേവലോകവും. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഒരു ചെറിയ ഫസ്റ്റ് പാർട്ട് ഞാൻ പറയാം എന്ന് വിചാരിച്ചു. ടു ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി ട്രാവൽ video.